അവസാന നിമിഷമാണ് വോട്ട് ചെയ്തത്. അതെ. 58 ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. കാരണം ഞാനൊരു ട്രീറ്റ്മെൻറ്റിലായിരുന്നു തൃശ്ശൂർ ദയ ഹോസ്പിറ്റലിൽ. സർജറി കഴിഞ്ഞ് എടുക്കുമായിരുന്നു. എത്താൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. ഭയങ്കര അതിൻ്റെ ഒരു ടെൻഷൻ ഭയങ്കരമായിരുന്നു. ഒരു സമ്മതിദാനാവകാശം നഷ്ടപ്പെടുത്തുക എന്നുള്ളത്, എന്നാലും മറുഭാഗത്തിൻ്റെ ആരോഗ്യ പ്രശ്നം. എന്നാലും എൻ്റെ വണ്ടി ഓടിക്കുന്ന ആൾ അതിഭദ്രമായി കൃത്യസമയത്ത് 1 മിനിറ്റ് മുമ്പാണ് ഞാൻ എത്തിയത്. എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് വോട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ ഐ ആം വെരി ഹാപ്പി. അല്ല, സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൻ്റെ പ്രതിഫലനം തന്നെയാണല്ലോ കാണുക. അപ്പോൾ അധിക പേരും പറയുന്നത് ബൈ ബൈ എന്നാണ്. ഉണ്ടാവില്ലല്ലോ, ഞാൻ അങ്ങനെയല്ലേ വിശ്വസിക്കുന്നത്. 6 മണിയായി ബൈ ബൈ പറഞ്ഞു കഴിഞ്ഞതാണ്. ബൈ ബൈ പറഞ്ഞു കഴിഞ്ഞു. കാരണം എൻ്റെ ഒരു അസസ്മെൻ്റ് എങ്ങനെയാണ്, ഇത് LDFൻ്റെ ലാസ്റ്റ് ഭരണമാണ്. ജനങ്ങൾ അത്രമാത്രം മാറ്റം ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഫോണെടുത്ത് നോക്കിയാലും ശരി, എന്തെടുത്ത് നോക്കിയാലും ശരി, ജനങ്ങളോട് സംസാരിച്ച് നോക്കുമ്പോഴും എല്ലാവർക്കും വേണ്ടതൊരു മാറ്റമാണ്. ഇപ്പം ഇന്ന് വി ഡി സതീശൻ ലാസ്റ്റ് പറഞ്ഞ ഈ വാഹനങ്ങൾക്ക് അലങ്കാരപ്പണികളൊക്കെ ആവാമെന്ന് പറഞ്ഞത് തന്നെ ഭയങ്കര വൈറലായിരിക്കുന്നു. ആ അർത്ഥത്തിലുള്ള ചെറുപ്പക്കാർ മുഴുവൻ, അങ്ങനെ ചിന്തിക്കുന്ന ചെറുപ്പക്കാർ മുഴുവൻ മാറി ചിന്തിക്കാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് തുടർ ഭരണം ഉണ്ടാവില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആർക്കാണ് വോട്ട്? എനിക്കത് പറയാൻ പറ്റില്ല. ഞാൻ കോൺഗ്രസ്സുകാരനല്ല. പിന്നെ മാത്രമല്ല, എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഒരുപാട് നേതാക്കന്മാരുള്ള ഒരു ഓർഗനൈസേഷനാണ് UDF. ഒരു മുന്നണിയാണ്. മറിച്ച് നോക്കി നിങ്ങൾ, ഞാൻ അങ്ങോട്ട് വയ്ക്കുക, പിണറായി വിജയന് പകരം ഒരു മുഖ്യമന്ത്രി നിങ്ങൾ ഒന്ന് സജസ്റ്റ് ചെയ്യൂ. ഇല്ല. ഞാൻ ആലോചിക്കുന്നത് പ്രതിപക്ഷം, ഇനിയിപ്പോൾ പ്രതിപക്ഷത്ത് LDF ആണെന്ന് വിചാരിക്കുക, നിങ്ങളിതിൽ കൊള്ളാവുന്നൊരു പ്രതിപക്ഷ നേതാവിനെ കാണിച്ചുകൊണ്ട്, കൊള്ളാവുന്നതെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ പഠിച്ച് പറയുന്ന, നിയമസഭയിൽ വീറോടെയും വാശിയുടെയും ഫൈറ്റ് ചെയ്യുന്ന ഒരാളെങ്കിലും ആ പ്രതിപക്ഷ ശ്രേണിയിൽ പോലും ഉണ്ടാവില്ല. ഇൻകോമ്പറ്റൻ്റായിട്ട് ആരുമില്ല അതിൽ. ടീച്ചർ ജയിക്കുമോ? പ്രയാസമാണ്. പുല്ല് പോലെ. പിന്നെ BD സതീശനോ? അത് ജയിച്ചു കഴിഞ്ഞല്ലോ. മുഖ്യമന്ത്രി പിണറായി ചോദിക്കുന്നല്ലേ? പിണറായി ചോദിക്കുന്നതിന് ഇപ്പോൾ ആരും വിലക്കെടുക്കുന്നില്ല. വീട്ടിൽ പോയി ചോദിക്കുക എന്നൊക്കെ പറയുന്ന ഉത്തരങ്ങളാണ് കിട്ടുക. അതുകൊണ്ട് ഞാനൊന്നും അങ്ങനെ കൺസിഡർ ചെയ്യുന്നില്ല. ഒന്നാമത് അങ്ങനെ ഒരു ചിന്താശീലമുള്ള ആളൊന്നുമല്ല. ആരെങ്കിലും എഴുതി കൊടുക്കുന്നത് വായിക്കുക എന്നല്ലാതെ. ഇപ്പം നികേഷ് എഴുതി കൊടുക്കണമെന്ന് തോന്നുന്നു പറയുന്നതൊക്കെ. എന്താണ് നിങ്ങൾക്ക് വയനാട് ഫണ്ട് എന്ന് പറഞ്ഞാൽ അത് പാർട്ടിയുടെ കണക്കാണ്, ഗവൺമെൻറ്റിൻ്റെ കണക്കല്ല. ഗവൺമെൻറ്റിൻ്റെ കണക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പൈസയിലുണ്ട് ഇല്ലേ? നിങ്ങളൊക്കെ സംഭാവന കൊടുത്തിട്ടുണ്ടാവും, നമ്മൾ ടാക്സ് നിന്ന് പിടിച്ച പൈസ ഉണ്ടാവും, ദുരിതാശ്വാസ നിധിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ് ഹാസ് ടു ആൻസർ. അവർ ചെയ്തേ പറ്റൂ. കോൺഗ്രസ്സുകാർ പൈസ ഒലിപ്പിക്കുന്നു, ലീഗുകാർ പൈസ ഒലിപ്പിക്കുന്നു. അവരാ കണക്ക് അവതരിപ്പിക്കേണ്ടത് അവസാനമാണ്. ഒരു പ്രോജക്റ്റ് തീരുമ്പോഴാണ് കണക്ക് അവതരിപ്പിക്കുക. അല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് ഞങ്ങൾക്ക് 1000 കിട്ടി 2000 കിട്ടിയെന്നല്ല പറയാം. ഒരു പ്രോജക്റ്റ് മുന്നോട്ട് വെക്കുകയും ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുക്കുകയില്ല. അങ്ങനെ പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുത്തതാണ് രക്തസാക്ഷി ഫണ്ട് അടിച്ചു മാറ്റിയത് വ്യക്തമായത് അല്ലേ? ആ കണക്ക് അവതരിപ്പിച്ചപ്പോൾ മനസ്സിലായി പൈസ കെട്ടുപോയിട്ടുണ്ടെന്ന്. അതുപോലെ ഇവർ പറഞ്ഞ വീടുകൾ ഉണ്ടാക്കി പൂർത്തിയാക്കി ഇത്ര ചിലവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരടിച്ചു മാറ്റിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. വിവാദം ബാധിക്കുന്നില്ല. ആൾക്കാർക്ക് ബുദ്ധിയില്ലേ? ഇപ്പോൾ ഗവൺമെൻറ് ഉണ്ടാക്കിയ വീടുകൾ തന്നെ താമസാക്കിയ എത്ര ആൾക്കാരുണ്ട് അവിടെ? കംപ്ലീറ്റ് ചെയ്ത വീടുകളിൽ താമസാക്കിയിട്ടില്ല. ടൗൺഷിപ്പ് എന്ന് പറയുന്നു. എല്ലാം ഉദ്ഘാടനങ്ങൾ തുടങ്ങി വയ്ക്കും. ഇപ്പോൾ പാറ പൊട്ടിച്ചു, തുരങ്കപാത, പിന്നെ അങ്ങനെ തുടങ്ങി വെച്ചിട്ട് അത് ആഘോഷമാക്കുക എന്നല്ലാതെ ഒരു കംപ്ലീഷൻ എന്നുള്ള ഒരു സംഭവം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോഴും വാഗ്ദാനങ്ങളല്ലേ ഉള്ളൂ, ഒരുപാട് വാഗ്ദാനങ്ങളുള്ളത്. എന്ത് പുതുതായിട്ട് അങ്ങനെ ചിന്തിക്കാനുള്ളൊരു ശേഷിയൊന്നും ഇല്ല. പുതുതായിട്ട് കൊണ്ടുവന്നതാ കേരളയിൽ ആ മഞ്ഞക്കുറ്റി. കുറേ ആൾക്കാർ വീട്ടുപടിക്കൽ ഇടാൻ സഹാക്ക കുറേ പൈസ കിട്ടി. ഇതിലൊക്കെ തന്നെ വൻ കറപ്ഷനാണ്.
ഒരു പ്രോജക്റ്റ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ സ്വന്തപ്പെട്ട ആൾക്കാർക്ക് മഞ്ഞക്കുറ്റി ഉണ്ടാക്കാനുള്ള കോൺട്രാക്ട് കൊടുക്കുന്നു അല്ലേ? മഞ്ഞക്കുറ്റി അൺലോഡ് ചെയ്യുന്നു, ലോഡ് ചെയ്യുന്നു, ഇതിനൊക്കെ സ്വന്തക്കാർക്ക് പണം കൊടുക്കാനുള്ള ചില വ്യർത്ഥ സങ്കല്പങ്ങളാണത്. ഈ സിനിമാ മേഖലയിൽ നിന്ന് എത്ര MLA-മാർ കാണുന്നത്? സിനിമാ മേഖലയിൽ നിന്ന് മത്സരിക്കുന്ന ഇപ്പോൾ സുധീർ കരമന, അല്ല സഭയിൽ എത്ര പേര് കാണാൻ സാധ്യതയുണ്ട്? അത് പറയാൻ പറ്റില്ല. സുധീർ കരമന LDF-ലാണ് നിൽക്കുന്നത്. അപ്പോൾ അയാൾ വരണമെന്ന് ഞാൻ എൻ്റെ സുഹൃത്താണെങ്കിലും അല്ല വരില്ലേ? വരേണ്ടതാണ്. പാവാണ്, നല്ല മനുഷ്യനാണ്. ഗണേഷ് ഉണ്ട്. ഗണേഷ് ഒന്നും മടുത്തില്ലേ ഗണേശിനെയൊക്കെ? അതെ, CP ജോൺ നല്ല കാൻഡിഡേറ്റാണ്. സുധീർ കരമന നമ്മുടെ അടുത്ത സുഹൃത്തുമാണ്. ഇങ്ങനെ ചില ധർമ്മസങ്കടങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കും. പക്ഷേ എനിക്കവിടെ വോട്ടില്ലാത്തതുകൊണ്ട് ആ ധർമ്മസങ്കടം ഞാൻ അനുഭവിക്കുന്നില്ല. രമേശ് പിഷാരടി ഉണ്ടാവും അല്ലേ? പിഷാരടി ഉണ്ടാവും, ഉറപ്പല്ലേ? ഈ മണ്ഡലത്തിൽ ആർക്ക് വോട്ട് കൊടുക്കണം എന്ന കാര്യത്തിൽ ധർമ്മസങ്കടം ഉണ്ടായി? ഇല്ലില്ല, ഞാൻ ജയന്തിന് വോട്ട് ചെയ്ത് വരികയാണല്ലോ. എനിക്കങ്ങനെ പറയാൻ മടിയൊന്നുമില്ല. എൻ്റെ വോട്ട് വളരെ വ്യക്തിപരമാണ്. അത് ഞാൻ പറയില്ല. ഞാൻ UDF-ന് വോട്ട് ചെയ്യണമെന്നും UDF ജയിക്കണമെന്നും പ്രഖ്യാപിച്ച ആളാണ്. പിന്നെന്ത് പറയാൻ? പിന്നെ മാത്രമല്ല, അത് നമ്മുടെ സുഹൃത്താണ്, എഫിഷ്യൻ്റാണ്. എൻ്റെ കോളേജിൽ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതാണ്. കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരാളാണ്. കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനോട്. ആ KSRTC സ്റ്റാൻഡൊക്കെ പൊളിച്ചു പോകണേ ഞാൻ പറയുന്നുണ്ട്. ഇങ്ങനെ ജയിക്കുന്ന കാര്യം ഞാൻ പറയാറുള്ളൂ. പക്ഷേ BJP-യുടെ വോട്ട് വല്ലാതെ കൂട്ടുന്നു ഈ നോർത്തിലും സൗത്തിലും ഉണ്ടാവും. റിയാലിറ്റി ഇല്ലേ? BJP ഭയങ്കര മുന്നേറ്റം നടത്തും. കാരണം അവരും CPM-ഉം തമ്മിലുള്ള ബന്ധങ്ങൾ തന്നെ വളരെ വ്യക്തമായിട്ട് പല സ്ഥലങ്ങളിലും, ഇപ്പം തലശ്ശേരി പോലത്തെ സ്ഥലത്തൊക്കെ നമുക്കറിയാം. ഇവിടെ പാലക്കാടും BJP ശക്തമായ മുന്നേറ്റം നടത്തും. നേമത്ത് 2-3 സീറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ല, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവർ ജയിക്കരുതെന്ന് ഞാൻ പറയുന്നത്. ഇപ്പം തന്നെ അവർ എന്തോ അലിഗേഷനായല്ലോ, ഈ സാരി കൊടുക്കേ, പൈസ കൊടുക്കേ. കേരളത്തിലെ ആൾക്കാരൊന്നും അങ്ങനെ കുപ്പിയിൽ വീഴുന്ന ആൾക്കാരില്ല. തമിഴ്നാട്ടിലും അവിടെയൊക്കെ മറ്റു സ്ഥലങ്ങളിലൊക്കെ നടക്കും. ഇവിടുത്തെ ആൾക്കാർ ഒരിക്കപ്പെട്ടു പോയി കിറ്റിൽ ഇനി പെടൂല. ഈ താങ്കൾ ആത്മാർത്ഥമായിട്ട് ജയിക്കണമെന്നും തോൽക്കണമെന്നും ആഗ്രഹിക്കുന്ന 2 സ്ഥാനാർത്ഥികളുണ്ടോ? അത് രണ്ടല്ല, അത് അധികമുണ്ട്. പിന്നെ ഒരുപാട് ആൾ തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. ഏറ്റവും പ്രമുഖർ ആരാണ്? അങ്ങനെ ചോദിക്കരുത്. കാരണം അവർക്കൊന്നും പ്രാമുഖ്യമില്ല എൻ്റെ കാഴ്ചപ്പാടിൽ. ദേ ആർ നോട്ട് പ്രമുഖന്മാർ. പ്രമുഖനാവണ്ടേ? എനിക്ക് പ്രമുഖനാണെന്ന് തോന്നണ്ടേ? ഈ പൗരപ്രമുഖരെയും കൊണ്ട് നടക്കുന്നവരാണ് ഞാൻ പറയില്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധമല്ല ഇതിൻ്റെ പിന്നിലുള്ളത്. ഒരു സ്ഥാനാർത്ഥി റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഫിലോസഫി, ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം, ഒരു ലോകവീക്ഷണം, അതിനെ നോക്കിയിട്ടാണ് ഞാൻ വിലയിരുത്തുക. അതുകൊണ്ട് ശരിയല്ലാത്തൊരു ലോകവീക്ഷണം മുമ്പോട്ട് വെക്കുകയും ശരിയല്ലാത്ത കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പാർട്ടിയുടെ പ്രതിനിധികൾ തോൽക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുക. പറഞ്ഞ മനസ്സിലായി? ഞാൻ സാധനം മറ്റേ ഗോവിന്ദമാഷമാരിയായോ? അല്ലല്ലോ. പോരെ, ഇത് പോരെ. ഞാൻ എന്തോന്ന് പറയണം? അല്ല, രാഷ്ട്രീയത്തിൽ ബന്ധപ്പെട്ടല്ല കേട്ടോ. നമസ്കാരം ഉണ്ട് കേട്ടോ. വോട്ട് ചെയ്തില്ല എനിക്ക്, നമ്മുടെ പാർട്ടിക്ക്. ഞാൻ എൻ്റെ വീട് ഇവിടെയായിരുന്നു. ഇപ്പോഴാണ് വീട് മാറിയത്. അപ്പോൾ ഈ കംപ്ലീറ്റ് ഞാൻ ഇവിടെ നിന്നാൽ മത്സരിച്ചാൽ ജയിക്കുന്ന ആളാണ്. അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. ഈ രഞ്ജിത്ത് വിഷയത്തിൽ ഈ അതിജീവിതയോടൊപ്പം അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടവളോടൊപ്പം എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. നമുക്കിതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. അത് കോടതി വന്ന് സത്യത്തിൽ നമ്മളുടെ നിയമവ്യവസ്ഥയിൽ തന്നെയുള്ള വലിയൊരു പഴുതാണ് ഒരു യുവതി അല്ലെങ്കിൽ നടി, ഒരു അഭിനേത്രി ഞാൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പരാതി കൊടുത്താൽ ഉടൻ കേസെടുക്കുക എന്നുള്ളത്. മറുവശത്തുള്ള അയാളുടെ വാദം കേൾക്കാനോ അയാളുടെ ന്യായം കേൾക്കാനോ നമുക്ക് സമയം അനുവദിക്കുന്നില്ല കോടതി. നേരെ മറിച്ച് കഴിഞ്ഞ ഗവൺമെൻറ്റിന് പറയാൻ തോന്നുന്നു, അവിടെ വന്ന പരാതികൾ, മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതികൾ പോലും 15 ദിവസം പൂത്തിവെച്ച സംഭവമുണ്ട്.
വീട്ടിൽ കുഞ്ഞമ്മല്ലേ നമ്മുടെ സുഹൃത്ത് തന്നെയാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പൂത്തി വെച്ചിട്ടാണ് ഒരു കേസെടുത്തത്. രഞ്ജിത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുകയത്. അത് ഈ വീഴാൻ പോകുന്ന സർക്കാരിന് മുഖം രക്ഷിക്കാനായിരിക്കാം ഒന്ന്. ആവും, കാരണം അവർ കണ്ണിച്ചോറില്ലാത്ത ഇങ്ങനത്തെ ഇടപാടുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. കൂടെ നാളെ ചതിക്കാൻ പഠിക്കാത്തവരാ, ഒന്നാമതാവാം. ഇനി അതല്ല, രഞ്ജിത്ത് പറയുന്നത് എന്താണെന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല, കാണാൻ പറ്റിയിട്ടില്ല, എനിക്ക് സുഖമില്ലാത്ത. പക്ഷേ രഞ്ജിത്ത് കുറ്റക്കാരനാണെങ്കിലും അല്ലെങ്കിലും അവനെൻ്റെ കൂടപ്പിറപ്പിനെ പോലെയാണ്. ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് അയാളെ നമ്മൾ പടിയടച്ച് പിള്ളം വെക്കില്ല. ഒരു വീട്ടിൽ ഒരുപാട് കുട്ടികളുണ്ട്, പല കുട്ടികളും മോശം വഴിക്ക് പോയാൽ അച്ഛനമ്മമാർ അവർ തള്ളി പറയുന്നില്ല, ചേർത്ത് നിർത്തുകയാണ്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാനത് പൊറുക്കാനും അവനെ ചേർത്ത് നിർത്താനും ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ എല്ലാവരും പോലെ അതിജീവിതയോടൊപ്പം അതിജീവിതയാണോ അല്ലേ എന്നുള്ളത് കോടതി തെളിയിക്കട്ടെ, അപ്പോൾ ഞാൻ പറയാം. അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റുകാരനാണെന്ന് തന്നെ നമ്മൾ വിലയിരുത്തും. അതേസമയം ഒരു ചങ്ങാതിയുള്ള നിലയ്ക്ക് ഞാൻ ചേർത്ത് നിർത്തും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ദിലീപിൻ്റെ കാര്യത്തിൽ എന്താ അങ്ങനെയല്ലല്ലോ, അതും പറയാം. ദിലീപ് ഒരു സഹപ്രവർത്തകനാണ്, കൊളീഗ്. ഇവൻ എൻ്റെ കൂട്ടുകാരനാണ്. സഹപ്രവർത്തകനും കൂട്ടുകാരനും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെയാണ് ഞാൻ നിൽക്കുക ഈ കാര്യത്തിൽ. ബാക്കി പോലീസ് കേസും കാര്യങ്ങളൊക്കെ വരട്ടെ. അപ്പം ഈ ഇര നിങ്ങളങ്ങ് ആരോപിക്കല്ലേ. അതാ ഞാൻ പറയുന്നത്, നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഏറ്റവും ഒരു 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 ലൂപ്പ് ഹോൾ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മറുവശം കേൾക്കാൻ ഉള്ള സൗകര്യമില്ല. ഇപ്പോൾ ഒരു പത്രപ്രവർത്തകയായ സുഹൃത്തിൻ്റെ തോളിൽ കൈയിട്ടാനല്ലേ സുരേഷ് ഗോപിയെ നിങ്ങളെല്ലാം കൂടെ കുരിശുമം തറച്ചത് അല്ലേ? അതുകൊണ്ട് നമുക്ക് പേടിയാണ്. ഇപ്പോൾ ഒരാളെ അഭിനയിക്കാൻ വിളിക്കാനും പേടിയാണ്. ഒരു പത്രക്കാരിയെ ഒറ്റയ്ക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ വരട്ടെ ചോദിച്ചാൽ ഞാൻ വേണ്ടെന്ന് പറയുള്ളൂ. ഇനി മുതൽ നെറ്റിന് മുകളിൽ ക്യാമറ വെച്ചിട്ടുള്ളൊരു തൊപ്പിയിടാണ് എൻ്റെ ഒരു തീരുമാനം. സംവിധാനം ചെയ്യാൻ പോകുമ്പോൾ സുരേഷ് ഗോപിയുടെ ടച്ച് അവർക്ക് കംഫർട്ടബിളായി തോന്നിയിട്ടില്ല, അത് ശരി തന്നെയാണ്. അതപ്പോൾ പറഞ്ഞാൽ പോരെ? അല്ല, പക്ഷെ അത് അവരങ്ങനെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു. അവരങ്ങനെ തീരുമാനിച്ചു, അതാ പറഞ്ഞത്. അപ്പോൾ എപ്പോഴും നിയമം ആ ഭാഗത്തേക്ക് നിൽക്കുള്ളൂ. അല്ല, അവരുടെ ഭാഗത്ത് ന്യായമുണ്ടല്ലോ. അല്ല, അതിനു മുമ്പ് അവർ ഒരുമിച്ച് സംസാരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അല്ലേ? അതൊക്കെ പൊളിറ്റിക്സ് ആണ്, എല്ലാവർക്കും ഇത് ചോറുന്നതൊക്കെ മനസ്സിലാവും. അല്ല, അങ്ങനെ പറഞ്ഞല്ലോ, പറഞ്ഞ് കേസാക്കിയല്ലോ. ഒരാളെ നശിപ്പിക്കാൻ എളുപ്പമാണ്. ഗൂഢാലോചന ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം എന്താ പറയുക, ഇതിപ്പോൾ ഒരു സെറ്റിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സാക്ഷികളില്ലല്ലോ. സാക്ഷികളില്ലാത്ത കാര്യങ്ങൾക്ക് നമുക്ക് ഒന്നും വിധികൽപ്പിക്കാൻ പറ്റില്ല. പിന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇതൊക്കെ തീരുമാനിക്കപ്പെടുക. എൻ്റെ മനസാക്ഷിക്കനുസരിച്ച് ഞാൻ നിൽക്കുന്നതുകൊണ്ടാണ് പറയുന്നത് ഞാൻ അവനോടൊപ്പമാണ്. ഇനി അവൻ തെറ്റുകാരനാണെങ്കിലും ആ കുട്ടിക്ക് വേണ്ടിയും ഞാൻ വാദിക്കും. അതെന്നാലോ ഇവനെ ചേർത്ത് നിർത്തുകയും ചെയ്യും. അങ്ങനെയല്ലേ വേണ്ടത്. ചങ്ങാതി ഇത്തിരി മോശക്കാരനാണെന്ന് വിചാരിച്ച് പിടിച്ച് പുറത്താക്കുക ഒരിക്കലും ഇല്ല. അത്രയ്ക്ക് അടുത്ത എൻ്റെ ചങ്ങാതിയാണ്. ഞാൻ സുഹൃത്ബന്ധത്തിന് ഏറ്റവും വിലയേൽപ്പിക്കുന്ന ആളാണ്, രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറം. അവൻ LDFൻ്റെ ആളാണ്. അതൊന്നും എൻ്റെ സൗഹൃദത്തിന് തടസ്സമില്ല. അപ്പോൾ സുരേഷ് ഗോപി എൻ്റെ സുഹൃത്താണ്. അത് വിചാരിച്ചിട്ട് ഞാൻ BJPക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പോകും? ഇല്ലല്ലോ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.